അങ്ങനെ ഒരു വ്യക്തിയായിട്ട് എന്നെ കമ്പയർ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അഭിമാനമുള്ളൊരു കാര്യമാണ്. സുരേഷ് ഗോപി എന്ന ആക്ടറിന്റെ കയ്യിൽ നിന്ന് എനിക്കൊരു അഡ്വൈസും കിട്ടിയിട്ടില്ല. രാജുവേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഹീസ് എ ലെജൻഡ് ഓഫ് അവർ ജനറേഷൻ. ഒരു പരിധി കൂടുതൽ അനാവശ്യമായിട്ടുള്ള കമന്റ്സ് വന്നു കഴിഞ്ഞാൽ അതിന് ഞാൻ എൻ്റെ സമയം വേസ്റ്റ് ചെയ്ത് റെസ്പോൺസ് കൊടുക്കാനായിട്ട്. സുരേഷ് ഗോപിയുടെ മകൻ എന്നതിലുപരി ഇപ്പോൾ ജൂനിയർ പൃഥ്വിരാജ് എന്നൊരു ടാഗ് ലൈനും കൂടി കിട്ടിയിട്ടുണ്ട്. കമന്റ്സിലും അങ്ങനെയാണ് നോക്കിയത്. എങ്ങനെയാണ് ഇത് നോക്കി കാണുന്നത്? സുരേഷ് ഗോപിയുടെ മകനാണെങ്കിലും ജൂനിയർ പൃഥ്വിരാജ് എന്ന് പറയുകയാണെങ്കിലും ഇതെല്ലാം ഓരോ ആൾക്കാരുടെ പേഴ്സ്പെക്റ്റീവാണ്. ഇങ്ങനെ കളക്റ്റീവായിട്ട് വന്നൊരു പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് പൃഥ്വിരാജായിട്ടുള്ള കമ്പാരിസൺസ് ആണ്. രാജുവേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഹീസ് എ ലെജൻഡ് ഓഫ് അവർ ജനറേഷൻ. അങ്ങനെ ഒരു വ്യക്തിയായിട്ട് എന്നെ കമ്പയർ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അഭിമാനമുള്ളൊരു കാര്യമാണ്. ഡു ഐ ബിലീവ് ഐ എം പൃഥ്വിരാജ് or I'm like പൃഥ്വിരാജ് or that I'm like സുരേഷ് ഗോപി? No, I'm മാധവ് സുരേഷ്. ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുവാണ്. അതേപോലെ ആൾക്കാർക്ക് എൻ്റെ പേഴ്സണാലിറ്റിയും അവരുടെ പേഴ്സണാലിറ്റി നമ്മൾ എന്തെങ്കിലും സിമിലാരിറ്റീസ് തോന്നുന്നെങ്കിൽ അവരുടെ പെർസ്പെക്റ്റീവ് മാത്രമാണ്. സോ അതിൽ കൂടുതലൊരു അഭിപ്രായം ഇതിനെ പറ്റി ഒരുപാട് നോക്കാറില്ല. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന കമന്റ്സ് എൻ്റെ അടുത്ത് അയച്ചു തന്നു കഴിഞ്ഞാൽ എൻ്റെ എനിക്കൊരു സ്വഭാവമുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു തെറ്റ് സ്വഭാവം തന്നെയാണ്. ഒരു പരിധി കൂടുതൽ അനാവശ്യമായിട്ടുള്ള കമന്റ്സ് വന്നു കഴിഞ്ഞാൽ അതിന് ഞാൻ എൻ്റെ സമയം വേസ്റ്റ് ചെയ്ത് റെസ്പോൺസ് കൊടുക്കാനായിട്ട്. സോ അങ്ങനെ ചില കമന്റ്സ് ഞാൻ കാണാറുണ്ട്. അതല്ലാതെ ഇരുന്ന് കമന്റ് തപ്പി കണ്ടുപിടിച്ച് അത് കണ്ട് ഒരുപാട് വിഷമമോ സന്തോഷമോ ഈ ഒരു സ്റ്റേജിൽ ഞാൻ അനുഭവിക്കുന്ന ആളല്ല. ഏതൊരു അച്ഛനും ഒരു മകന് കൊടുക്കുന്ന ഉപദേശം മാത്രമേ എനിക്ക് അച്ഛൻ തന്നിട്ടുള്ളൂ. സുരേഷ് ഗോപി എന്ന ആക്ടറിന്റെ കയ്യിൽ നിന്ന് എനിക്കൊരു അഡ്വൈസും കിട്ടിയിട്ടില്ല. സോ എനിക്ക് എൻ്റെ കരിയറിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിലോ ഈ ആക്ടിങ് എന്ന പ്രൊഫഷനെ പറ്റി ചോദിക്കുകയാണെങ്കിലോ ഞാൻ കൂടുതൽ കേട്ടറിഞ്ഞോ കണ്ടറിഞ്ഞോ പഠിച്ചിട്ടുള്ളത് എൻ്റെ ചേട്ടൻ്റെ ആണ്. അച്ഛൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു അഡ്വൈസോ ഒന്നും വന്നിട്ടില്ല. എൻ്റെ ചേട്ടൻ കുറച്ചും കൂടെ ഹാൻഡ്സ് ആണ്. 9+ years ആയിട്ട് മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് കുക്കു. സോ കുക്കു ഞാനും കുറേ കൂടെ സിനിമയെ പറ്റി സംസാരിക്കാറുണ്ട്. ഫീഡ്ബാക്ക് ഗിവ് ആൻഡ് ടേക്ക് ഓവർ. സോ അച്ഛൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു സ്പെസിഫിക് അഡ്വൈസ് വന്നിട്ടില്ല.